my head again. You had your heart set on me, but these feels they come and go, and they come so easily. Tell me what it is about you that. മോർണിംഗ്. ഞങ്ങളങ്ങനെ കൊടൈക്കനാൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. സ്ഥിരം കാണുന്ന ഫേസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടുപേരുണ്ട്. നമ്മുടെ ഫ്രണ്ട്സാണ് ഫ്രിജോയും. അപ്പോൾ ഞങ്ങൾ പൊള്ളാച്ചി ഭാഗത്താണ് രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല തമിഴ്നാട് സ്റ്റൈല് ചായ. അങ്ങനെ പൊള്ളാച്ചി ഏരിയയിൽ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഇവിടുന്ന് ഈ ഹൈവേലിനുള്ള ഒരു സ്ഥലമാണ്. ചായയും പിന്നെ വടയും പരിപ്പ് വട അങ്ങനത്തെയൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ യാത്ര തുടരാം. നമ്മൾ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഒരു 4:15 ഇറങ്ങിയത് പുലർച്ചെ. ഇപ്പോൾ ഒരു 3 മണിക്കൂറായി ഇവിടെ എത്തി. അതിൻ്റെ വിശേഷങ്ങൾ വഴിയെ കാണും. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ ജയലളിത, എന്താ പറയണു? നമ്മളങ്ങനെ രാവിലെ വരണ വേണ്ടി ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഒന്ന് അവിടെ ഇറങ്ങിയതുകൊണ്ട് ഒന്ന് റീഫ്രഷ് ആയി, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ് നല്ലത്. ഇതിപ്പോൾ കൊടൈക്കനാൽ ഇന്ന് പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വൈകുന്നേരത്തോടു കൂടി തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തത്. അതെ, ഇവരൊക്കെ പിള്ളേരൊക്കെ ഉറങ്ങായിരുന്നു. അപ്പോൾ നേരത്തെ നിർത്തി ഇപ്പോൾ എല്ലാവരും എണീറ്റു. അങ്ങനെ നമുക്കിനി യാത്ര തുടരാം, വിശേഷങ്ങൾ കാണാം. പളനിയിൽ നിന്നും കൊടൈക്കനാൽ ചുരം തുടങ്ങുന്നതിന് മുമ്പുള്ള വഴിയാണിത്. റോഡിൻ്റെ ഇരുവശത്തുമായി കുറേ മരങ്ങളും കച്ചവടക്കാരൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. പിന്നെ ഇത് ഈ കാണുന്ന ഒരു സെൻറ്ററാണ്. ചുരം കയറുന്നതിന് മുമ്പ് പെട്രോൾ പമ്പും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ കൊടൈക്കനാൽ മേലെ എത്തിയാലേ കിട്ടത്തുള്ളൂ. അവിടെ നിന്ന് ഒന്നങ്ങ് നീങ്ങുമ്പോഴേക്ക് ഈ ബോർഡ് കാണാം. അവിടെ നിന്ന് പിന്നെ അങ്ങ് ചുരം തുടങ്ങുമായി. പിന്നെ ഹെയർ പിന്നൊക്കെ കയറി മേലെ പോകും. അങ്ങനെ നമ്മൾ ചുരം കയറി പോണ വഴിയിലൊരു വ്യൂ പോയിന്റ് കണ്ടു. അവിടെ നിർത്തിയതാണ് ജസ്റ്റ്. ഇന്ന് വീക്കഡേ ആയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നുമില്ല. വരുന്ന വഴിയിലായാലും വ്യൂ പോയിന്റുകളിലൊന്നും വലിയ തിരക്ക് കാണാനില്ല. അനേകം ഹെയർ പിൻ പെൻസും പിന്നെ മങ്കീസ്, പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീനിക്കായിട്ടുള്ള റൂട്ടാണ്. കോടയും കൂടി കിട്ടിയ അടിപൊളി. പളനി ടെമ്പിൾ വ്യൂ പോയിന്റിലെത്തി. അവിടെ കോട നല്ല കയറി വരുമ്പോൾ തന്നെ അതെ കോട ഇഷ്ടം പോലെ ഉണ്ട്. അവിടേക്കൊന്നും തീരെ കാണാണ്ടായി. ഇവിടെ നമ്മുടെ പിന്നിലൊക്കെ ശരിക്കും കോട മൂടി തുടങ്ങി. ക്യാമറയിൽ അത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. എവിടെയോ ഓക്കെ അടിയിലേക്കൊന്നും കാണില്ല. ഇവിടെ നിന്ന് പഴനി ടെമ്പിൾ കാണണ്ടാ ആണ് ഇതിൻ്റെ പേര്. അങ്ങനെ സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ എന്നാണ് തന്നെ പറയുന്നത്. കൊടൈക്കനാലിലെ ഫസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണിത്. പക്ഷെ ഞങ്ങളിവിടെ എത്തിയ സമയത്ത് മഴ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. പക്ഷെ തിരിച്ചു പോകുന്ന സെയിം റൂട്ട് തന്നെയാണ്. അപ്പോൾ നോക്കാം. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലേ. ഇത് നമ്മളെ സൂയിസൈഡ് പോയിന്റ് എത്തി, ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. പക്ഷേ ഫുള്ള് മഴ, ഒരു രക്ഷയില്ല. അതാ ഭയങ്കര മഴ. അതുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കയറി നിൽക്കുക. എന്തായി മഴ അലമ്പാക്കിയില്ലേ? മഴ അലമ്പായി. മഴ കോടയുണ്ട് നല്ലോണം. താഴേക്കൊന്നും ഒന്നും കാണാനില്ല. കണ്ടോ ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഏറ്റവും മുതൽ അങ്ങോട്ട് ഫുള്ള് കടകളാണ്. ഇതാണ് പില്ലർ റോക്സ്. പക്ഷെ പില്ലർ റോക്സ് കാണാനില്ല കോട കാരണം. ഉണ്ടോ ചെറിയ ചാറ്റൽ മഴയും പിന്നെ നല്ല കോടയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ക്ലൈമറ്റ്. നല്ല രസമാണ്. മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ വന്നതിന് ശേഷം ഇവിടെ ഭയങ്കര തിരക്കാണ്. മൊത്തത്തിൽ കൊടൈക്കനാല് നല്ല തിരക്കാണ്. പ്രത്യേകിച്ച് ഈ ഗുണ കേവിൽ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. With my head again, you had your heart set on me,
അടുത്തതാണ് പൈൻ ഫോറസ്റ്റ്. ഏകദേശം ഒരു 1.25 മണിക്കൂർ നടന്ന് കാണാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ അനേകം സിനിമകളിലൊക്കെ പാട്ട് സീനിലൊക്കെ ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് നേരം നടക്കാം. അടുത്തത് മോയർ പോയിൻ്റാണ്. ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളെപ്പോൾ വന്നാലും ഈ ഭാഗത്ത് കോട കിട്ടാറുണ്ട്. പിന്നെ ഒരുപാട് കച്ചവടക്കാരും അതിൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് എപ്പോഴും കാണാവുന്നതാണ്. പിന്നെ നല്ലൊരു സ്ഥലം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. കുറേ നടക്കാനുമുണ്ട്, നല്ല നല്ല കാഴ്ചകളുമുണ്ട്, നല്ല ക്ലൈമറ്റുമാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത്. റൂമിൽ നിന്ന് ചെക്കൗട്ട് ആവാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡേ റെഗുലറായിട്ട് കാണുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസൊക്കെ കവർ ചെയ്ത് പിന്നെ ഈവനിങ്ങിൽ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ പോയി കിടന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത്. ഇന്നിപ്പോൾ മെയിൻലി പോകുന്നത് കൊടൈക്കനാൽ വില്ലേജസിലേക്കാണ്. അതിനുശേഷം ഇന്ന് ഈവനിങ്ങിൽ തന്നെ നാട്ടിലോട്ട് തിരിക്കും. ഇതാണ് എടുത്ത റൂം. നല്ല ക്ലീനും സ്പേഷ്യസൊക്കെ ആയിട്ടുള്ള റൂമായിരുന്നു. അതിൻ്റെ പുറകിൽ ബാൽക്കണിയിൽ നിന്ന് നല്ല കൃഷി സ്ഥലങ്ങളാണ് ഒരു വ്യൂ ആയിട്ടുണ്ടായിരുന്നത്. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വില്ലേജുകളിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. പോകുന്ന വഴി നല്ല മനോഹരമാണ്. മന്നമന്നൂർ, പൂമ്പാറ, കൂക്കൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വില്ലേജുകൾ കവർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നല്ല അടിപൊളിയാട്ടോ ഈ വഴിയിലൂടെയുള്ള യാത്ര, നല്ല രസമാണ്. ഫ്രിഡ്ജാണേ കൊടൈക്കനാൽ എപ്പിടി ഇരിക്കണ്ടേ? ഏയ് അനോറ ഫോൺ പോയാ പണിയാവൂ. ഒക്കെ ഇരിക്കാൻ നിൽക്കണേ. ഇന്ന് മഴയൊന്നുമില്ല. ഇന്നലെ തന്നെ നേരെ ഓപ്പോസിറ്റ്, നല്ല വെയിലാണ്. മൊട്ടത്തലൊക്കെ വെട്ടി തുടങ്ങാം. ഇത് പോണ വഴിക്ക് വേറെ പൂമ്പാറ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. എങ്ങനെയുണ്ട് സ്ഥലം? ഇത് നോക്കിയാൻ ഇവിടെ ഫുള്ള് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ അവിടെ കണ്ട മഞ്ഞ. അതിൻ്റെ അപ്പുറത്ത് ഈ ഗ്രാമങ്ങളിലേക്കുള്ള റൂട്ടിലൂടെ പോകുമ്പോൾ ആദ്യം വരുന്ന പൂമ്പാറ എന്ന് പറഞ്ഞ വില്ലേജാണ്. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി റൈറ്റിലോട്ട് തിരിഞ്ഞാൽ കൂക്കൽ എന്ന് പറയുന്ന ഗ്രാമം വരും. പക്ഷേ അവിടെ നിന്ന് നേരെ പോവുകയാണെങ്കിൽ മന്നമന്നൂർ, പൂണ്ടി, ക്ലാവര എന്നൊക്കെ പറയുന്ന ബാക്കിയുള്ള ഗ്രാമങ്ങൾ കാണാം. അടിപൊളി സീനിക്കായിട്ടുള്ള റൂട്ടാണ്. കൂക്കലേക്ക് പോണ വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ്. കിടു ക്ലൈമറ്റ്, കോട ഇറങ്ങിയിട്ട് നോക്കിയാൽ കൂക്കൽ ലേക്ക്. കോട പോണ പോക്കണ്ട. കൂക്കൽ ലേക്കാണിത്. നല്ല കോടയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു അടിപൊളിയാണ് കാണാൻ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ ലേക്ക് പോലെ തോന്നുള്ളൂ. വേറെ ബോട്ടിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈറലായിട്ടൊരു വീഡിയോ ഇല്ലേ കൂക്കലിൻ്റെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം, അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ പോകുന്ന വഴിയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. തട്ടായിട്ടുള്ള കൃഷികളും ഈ ഗ്രാമങ്ങളിലത്തെ ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു യാത്ര തന്നെയാണത്. നല്ല പക്ക ഗ്രാമപ്രദേശമാണിത്. നമുക്കൊരു 20 കൊല്ലം പുറകോട്ട് പോയ പോലെ തോന്നുന്നു ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഈ കൂക്കൽ എന്നുള്ള ഈ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്, ഈ ഒരു സെൻറ്റർ. ഇത് കൂക്കലിലൊരു സെൻറ്ററാണ് മെയിൻ. ഇവിടെ നമ്മൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് നടന്നാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുക. അപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുക, എവിടെ തന്നെയാണ് കടകളുള്ളത്. ഇത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് ചെറിയൊരു ട്രക്കിങ് പോലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സ്ഥലത്തെത്താം. ഈ നടക്കുന്ന ആ വഴികൾ മുഴുവൻ നല്ല ഭംഗിയാണ് ഇതുപോലെ. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലുള്ള ഒരു ട്രക്കിംഗ് ഉണ്ട്, പക്ഷേ സൂക്ഷിക്കും വേണം, ഇത്തിരി ഡേഞ്ചറാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് നടക്കണം ഇവിടെ. ഇത് നമ്മൾ മറ്റേ കൂക്കലിലെ മറ്റേ ഒരു പ്രസിദ്ധമായ സ്ഥലമല്ലേ, ദിസ് ഈസ് നോട്ട് സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ആ സ്ഥലത്തേക്ക് പോണ വഴിയാണ്. കുറച്ച് ട്രക്കിംഗ് ഉണ്ട്, ഒരു 15-20 മിനിറ്റ് നടക്കണം, എന്നാലും അങ്ങോട്ട് എത്തുള്ളൂ. പക്ഷെ പോണ വഴി കിടലിനാണ്, ഇത്തിരി ഡേഞ്ചറാണ്. കണ്ടോ റൂട്ട് പോയി. ഇപ്പോൾ ഫുള്ള് കോട പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഒരു അസാമാന്യ വ്യൂ ആണ്. നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഇവിടെ. നീ സൂക്ഷിച്ച് പറഞ്ഞാൽ പിടിച്ചടക്കട്ടെ. വഴി ഇത്തിരി മോശമാണ് കേട്ടോ. പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചെറിയൊരു മഴച്ചാറൽ കൂടി ഉണ്ടാവും, നമ്മൾ കോടയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അടിപൊളിയാണ്. സാധാരണ ഒരു ട്രക്കിങ്ങും കൂടി ട്രിപ്പിൽ നമുക്ക് കിട്ടും. സാധാരണ ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ കണ്ടുവരുന്നേക്കാളും ഒരു ചേഞ്ചിന് ഇങ്ങനെ വരാം.
കണ്ടോ, അവർ നിൽക്കുന്ന സ്ഥലം മുഴുവൻ മൂടി. ഞാൻ നിൽക്കണത് മൂടി വെക്കുക, അപ്പോൾ അവർക്ക് കാണാം. നമ്മൾ അടുത്തുനിന്ന് കിട്ടില്ല. എൻ്റെ പുറകിൽ നോക്കിക്കോ, അതെ ഫുള്ള് കോട. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കണ്ടോ, എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ വഴിക്ക് പോകുമ്പോഴാണ് ആ വീട്, ഒരറ്റത്ത് വെക്കണ വീടില്ലേ, അപ്പുറം നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിട്ട് ആ സ്ഥലം അങ്ങോട്ടാണ്. ഇവിടെ വരുന്ന മിക്കവർക്ക് അറിയില്ല. ആൾക്കാർ ഈ റീൽസൊക്കെ കാണിച്ചിട്ട് ഇതെവിടെയാണെന്ന് വഴിയിൽ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തരിക. ഇവിടെ ആൾക്കാർ വരും, ആ റീൽ കണ്ടതിന് ശേഷം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇത്തിരി ഡേഞ്ചർ വഴിയാണ്, ആടാ പേടിയോ ആടാ. Messing with my head again. You had your heart set on me, but these feels they come and go, and they come so easily. Tell me what it is about you that I can't forget, but you're breaking down my walls again. മന്നവന്നൂർ ഷീപ്പ് ഫാം ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു മിസ് ചെയ്യാണ്ട് എന്തായാലും കണ്ടോളൂ. ഞങ്ങളിതിന് മുമ്പ് വന്നപ്പോഴൊക്കെ ഇവിടുത്തെ തിരക്കും പിന്നെ എപ്പോൾ വന്നാലും മഴയും ഉണ്ടാവാറുണ്ട്. അത് കാരണം ഞങ്ങളിവിടെ കയറാൻ ചാൻസ് കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം വന്ന സമയത്ത് മഴ ഉണ്ടായില്ല, പക്ഷേ കയറിയപ്പോഴേക്കും അങ്ങ് മഴ തുടങ്ങി. അപ്പോൾ റാബിറ്റിൻ്റെയും ഷീപ്പിൻ്റെയൊക്കെ ഫാമുണ്ട്. പിന്നെ പച്ച പരവതാനി വിരിച്ച പോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യാതെ ഇവിടെ കയറി കണ്ടോളുക. നല്ലൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലം തന്നെയാണ്. ഈ മന്നവന്നൂർ ഷീപ്പ് ഫാം കണ്ടു തീരുമ്പോഴേക്കും മഴയുടെ ശക്തി കൂടി. പിന്നെ ഞങ്ങൾക്ക് അവിടെ തുടരാൻ സാധിച്ചില്ല. പിന്നെ അതിനും അങ്ങോട്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള വില്ലേജുകളിലേക്ക് പോകണമെന്ന് വെച്ചാൽ മഴ കാരണം കൊണ്ട് പോയിട്ട് കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം യാത്ര തിരിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് മഴ നിന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വ്യൂ പോയിൻറ്റ്സിലൊക്കെ ചെറുതായിട്ടൊക്കെ നിർത്തി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പോണ വഴിയിൽ ഒരു സ്ഥലത്ത് ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തിയതാണ്. ഒരു സ്ഥലത്ത് കുടിച്ചു. പിന്നെ ഒരു ക്ഷീണം മാറാതാ ഇവിടെ. ഇത് ചുരം ഇറങ്ങി പകുതി ദൂരത്തുമ്പോൾ വരുന്നൊരു കട, രണ്ട് സൈഡും കടയായിട്ട് ഒരു സ്ഥലം. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോവാം. മഴയായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന നേരത്ത് നല്ല മഴയായിരുന്നു. മറ്റേ കൊടൈക്കനാൽ ലേക്കും പിന്നെ നമ്മുടെ കോക്കസ് വാക്കും പെൻഡിങ് അതിലേക്ക് കയറാൻ പറ്റില്ല. മഴയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. കോടയെന്ന് പറഞ്ഞിട്ട് അത്ര നേരം നടക്കണേ. അപ്പോൾ പിന്നെ എന്തായാലും തിരിച്ചു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും 2-3 സ്ഥലമെങ്കിലും വേണ്ടേ കാണാൻ ഇവർക്ക്. നമ്മളിപ്പോൾ എല്ലാം കണ്ട് മടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി 2-3 സ്ഥലം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി തിരിച്ചുള്ള യാത്ര. പോണ വഴിക്ക് തമിഴ്നാട് തട്ടുകടയിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ ഒരു 11 മണി 12 മണിക്കുള്ളിൽ വീട് പിടിക്കാം. അപ്പോൾ നമുക്ക് ഫ്രിജോബായുടെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ട്രിപ്പ്? അടിപൊളി. ആളാദ്യമായിട്ട് കൊടൈക്കനാൽ വരണേ. ഇവർ വന്നിട്ടുണ്ട്, മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മൾ പിന്നെ കൊടൈക്കനാലിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ട്രിപ്പ് എന്തായാലും അടിപൊളിയായി. അപ്പം ഇനി പോണ വഴിക്ക് തട്ടുകടയിൽ ഫുഡ് അടിച്ചിട്ട് നേരെ തൃശ്ശൂർ. ഓക്കെ, എനിക്ക് തണുപ്പത് അടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് തുമ്മലൊക്കെ വരും. അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ശരി. Messing with my head